കുറിച്ച് മാത്രമല്ല, ശ്രീരാമചന്ദ്രന്റെ അച്ഛനെ കുറിച്ച്, ശ്രീരാമചന്ദ്രന്റെ സഹധർമ്മിണിയെ കുറിച്ച്, സീതാദേവിയെ കുറിച്ച്, ശ്രീരാമചന്ദ്രന്റെ സഹോദരന്മാരെ കുറിച്ച്, ശ്രീരാമചന്ദ്രന്റെ വാസികളെ, അയോധ്യാവാസികളെ കുറിച്ച്, ശ്രീരാമചന്ദ്രന്റെ പരമഭക്തനെ കുറിച്ച്, എടുത്തു പറഞ്ഞാൽ ഹനുമാൻജിയെ കുറിച്ച്, ശ്രീരാമചന്ദ്രന്റെ അമ്മമാരെ കുറിച്ച്, ഇവിടെയെല്ലാം നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാമായണം വായിച്ചു കഴിയുമ്പോൾ അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. വരികളുടെ ഈണത്തിന്റെ പുറകെ പോകാതെ ആ വായിക്കുന്ന സമയത്ത് മാത്രം രാമായണത്തെ മനസ്സിൽ ഒതുക്കാതെ നമ്മൾ പുറത്തോട്ട് വരുമ്പോഴും ശ്രീരാമൻ പറഞ്ഞു തന്ന തത്വം, ആ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു രാജ്യത്തിന്റെ അധികാരി എങ്ങനെ ആയിരിക്കണം? ഒരു പുത്രന്റെ ധർമ്മം എന്തായിരിക്കണം? ഒരു സഹധർമ്മിണിയുടെ ധർമ്മം എന്താണ്? ഒരു ഭർത്താവിന്റെ ധർമ്മം എന്താണ്? ഇതൊക്കെ രാമായണത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും. അതിലുപരി നമ്മൾ ഭഗവത്ഗീതയില് കഴിഞ്ഞ 1-ാമത്തെ അധ്യായം വായിച്ചതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു, കർമ്മബന്ധങ്ങളെ കുറിച്ച്. ഈ രാമായണം ഉണ്ടായത് തന്നെ കർമ്മബന്ധത്തിൽ നിന്നാണ്. ആ ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഉപായമാണ്. എങ്ങനെ മുക്തി നേടി എന്നതുകൂടി രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചുവടും, ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും കൃത്യമായി അളന്ന് അറിഞ്ഞു മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല അപകടങ്ങളും പതിയിരിക്കുന്നു എന്നുള്ളതും രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പദം പദാനുപദം അങ്ങനെ ഒരു ശ്ലോകം ഭാഗവത്തിൽ പറയുന്നുണ്ട്. സ്മിതമാതാജി നോക്കുമായിരിക്കും. ഓരോ ചുവടുവെപ്പിലും ഭയമുണ്ട്, ആശങ്കയുടേതാണ്. ഓരോ ചുവടും അപകടത്തിൻ്റെതാണ്. ഒരു മാത്ര തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചുവട് കാലിടറും. അജാമിളന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അതിനെല്ലാം ഉപായവും മാർഗവും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ കൂടി രാമായണം ഉണ്ടാകാനുള്ള കാരണത്തിലൂടെ നമുക്ക് തുടങ്ങാം. അതിലുപരി രാമായണം സീതാദേവിയെ കുറിച്ചുള്ള, ലക്ഷ്മി ദേവിയെ കുറിച്ചുള്ള ഭഗവാൻ കൃത്യമായി ഇതിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് മഹാഭാരത യുദ്ധമാണെങ്കിലും രാമരാവണ യുദ്ധമാണെങ്കിലും സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്മി ദേവിയുടെ പര്യായമാണ്, അമ്മയാണ്. ആ സ്ത്രീത്വത്തെ അപമാനിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള ഒരു സന്ദേശവും രാമായണത്തിലൂടെ നമുക്ക് ശ്രീരാമചന്ദ്രൻ തരുന്നു. അത് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിലൂടെയും ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് തന്നത്. ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ട് രാമായണം ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടം ഏതായിരുന്നു? ഏത് യുഗത്തിലായിരുന്നു ശ്രീരാമചന്ദ്രൻ? ത്രേതായുഗം പ്രഭു. ത്രേതായുഗം. സ്മിതമാതാജിന്റെ ശ്ലോകത്തിന് നോട്ട് ഇട്ടിട്ടുണ്ടല്ലേ? സ്മിതമാതാജി ആ ശ്ലോകം ഒന്ന് വായിച്ചേ.
Samashruttaya Padapallavam Mahatpadam Punya Yasho Murare Bhavan Budir Vatsa Padam Param Padam 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 Yat Vipadam Natesham. അതിന്റെ ട്രാൻസ്ലേഷനും കൂടെ വായിച്ചോളൂ. Translation by Srila Prabhupada. Jai Srila Prabhupada. For those who have accepted the boat of the lotus feet of the Lord, who is the shelter of the cosmic manifestation and is famous as Murari, the enemy of Mura demon, the ocean of the material world is like the water contained in a calf's hoof print. Their goal is Parampadam, Vaikunda, the place where there are no material miseries, not the place where there is danger at every step. Their goal is Parampadam, Vaikunda, the place where there are no material miseries. Vaikunda, യാതൊരു ദുഃഖങ്ങളും ഇല്ലാത്ത ലോകം, വൈകുണ്ഠ ലോകം. The place where there are no material miseries, not the place where there is a danger at every step. നമ്മുടെ മെറ്റീരിയൽ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അടിയും അപകടത്തിൻ്റെതാണ്. എത്ര നമ്മൾ സൂക്ഷിച്ചു നടന്നു കഴിഞ്ഞാലും ഒരു പക്ഷേ കാലിടറിപ്പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭഗവാനിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അതാണ് ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നത്, ക്ഷിപ്രം ഭവതി ധർമാത്മ സ്വച്ഛാന്തി നിഗച്ഛതി യക്കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്ത്യ പ്രണശ്യതി. അർജുന, നീ ഉറക്ക പ്രഖ്യാപിക്കൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. അവിടെയാണ് ഇവിടെ രാമായണത്തിന്റെ പ്രസക്തിയും ശ്രീരാമചന്ദ്രൻ പറഞ്ഞതും അതുതന്നെയാണ്. രാമായണം ത്രേതായുഗത്തിലായിരുന്നു. 4 യുഗങ്ങൾ നമുക്കുണ്ടായിരുന്നു. സത്യയുഗം അഥവാ കൃതയുഗം, പിന്നെ ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിന്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. സത്യയുഗം അഥവാ കൃതയുഗം പേര് പോലെ തന്നെ അന്വർത്ഥമായിരുന്നു. ആ യുഗം ധർമ്മിഷ്ഠമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ത്രേതം 3, അത് കഴിഞ്ഞിട്ട് ദ്വാപരം ദ്വൈതം 2, അത് കഴിഞ്ഞിട്ട് കലിയുഗം 4ാമത്തെ വന്നു. അപ്പം ആദ്യം 1ാമത്തെ യുഗം 1 വന്നു, പിന്നെ 3, പിന്നെ 2, 4. 1, 3, 2, 4. നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാ സംഖ്യ? 1, 2, 3, 4. പക്ഷെ ഇവിടെ എന്താ പറ്റിയത്? ഡോക്ടർമാര് മരുന്ന് എഴുതി തരുന്നതിന്റെ കൂട്ട് രാവിലെ 3 കഴിക്കണം, വൈകിട്ട് ഉച്ചയ്ക്ക് 1 കഴിച്ചാൽ മതി, രാത്രി വീണ്ടും 4 കഴിക്കണം എന്ന് പറയും. ഞാൻ വെറുതെ കണക്ക് പറഞ്ഞതാ കേട്ടോ. തിരിച്ചും മറിച്ചിട്ടൊക്കെ പറഞ്ഞോളെ. എന്നാലേ ആ ഡോക്ടർ വലിയ ഡോക്ടറാണെന്ന് പറയത്തുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇന്ന് പറഞ്ഞതുപോലെ ഇവിടെ അതിനും ത്രേതായുഗത്തിനും ഒരു കാരണമുണ്ടായിരുന്നു. ഭഗവാന്റെ ഭക്ത മൂലമാണ്. ശ്രീരാമചന്ദ്രന്റെ ആ ഭക്തയോടുള്ള സ്നേഹം കൊണ്ടാണ് ദ്വാപരയുഗത്തിനെ എടുത്ത് മറിച്ചിട്ടിട്ട് ത്രേതായുഗം 2ാമത് കൊണ്ടുവന്നു. ഏതായിരുന്നു ആ ഭക്ത? അഹല്യ. ഗൗതമ മഹർഷിയുടെ ഭാര്യ, മഹാമുനിയായ ഗൗതമ മഹർഷിയുടെ പതിവ്രതയായ അഹല്യ. ലേഡീസ് ചാപ്റ്റർ ലിസ്റ്റ് അവർ അല്ല കേട്ടോ. എഴുതി വെച്ചാൽ ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. ലേഡീസ് ചാപ്റ്റർ ലിസ്റ്റ് അവർ ഒരു ഇംഗ്ലീഷ് നോവലാണ്. അതല്ല, പരമഭക്ത പതിവ്രതയായ അഹല്യ ഒരു അബദ്ധം പറ്റി. അഹല്യയുടെ അത് ഇവിടെ പറയുന്നുണ്ട്. അഹല്യയെ ഇന്ദ്രൻ കാംക്ഷിക്കുന്നുണ്ട്. വിശ്വമോഹിനിയായൊരഹല്യാരൂപം കണ്ടു ദുച്ഛവനനും കുസുമായുധവശനായ ചെന്തൊണ്ടി വായ്മലരും
പന്തൊക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പുമാസ്വദിപ്പിനതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചെന്താർ ബാണാത്തി കൊണ്ടു സന്താപം മുഴക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മനി വിഭേന്ദ്രൻ. അതിനിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരമെന്തെന്നോർത്ത് ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യയാമാദിയിങ്കൽ സന്ധ്യാവദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപൂക്കാനുടചാന്തരേ പരവശാൻ. അവിടെ അഹല്യയെ ഇന്ദ്രൻ കാംക്ഷിക്കുകയും ഗൗതമ മഹർഷി രാവിലെ പ്രഭാത സ്നാനത്തിന് സന്ധ്യാവന്ദനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഭാത സ്നാനത്തിന് പോകുന്ന സമയത്ത് ഇന്ദ്രൻ അതേ ഗൗതമ മുനിയുടെ വേഷത്തിൽ വന്ന് അഹല്യയെ സമീപിക്കുകയും ചെയ്തു. അങ്ങനെ ഗൗതമ മുനി സ്വന്തം ഭർത്താവാണെന്ന് വിചാരിച്ചിട്ട് അഹല്യ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും പിന്നീട് ഗൗതമ മുനി പ്രഭാത സ്നാനം കഴിഞ്ഞു വന്നപ്പോഴാണ് അഹല്യയ്ക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുകയും ചെയ്യുന്നത്. അഹല്യ ചെയ്തത് ശരിയോ തെറ്റോ? ആർക്കെങ്കിലും പറയാം, അഹല്യ ചെയ്തത് ശരിയോ തെറ്റോ? എന്തോ അല്ല, പെട്ടെന്ന് സ്ക്രീൻ ഫ്രീസ് ആയി പോയി. ഓക്കെ. പ്രഭാത സ്നാനം കഴിഞ്ഞു വന്നപ്പോൾ അഹല്യയ്ക്ക് അബദ്ധം മനസ്സിലായി, ഗൗതമ മുനി അല്ലായിരുന്നു വന്നെന്നുള്ളത്. അഹല്യ ചെയ്തത് ശരിയോ തെറ്റോ? അല്ല, ഇത് സത്യം പറഞ്ഞാല് അഹല്യയുടെ തെറ്റല്ല, അത് ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ച് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ശരി, ഓക്കെ, സമ്മതിച്ചു. അഹല്യ ചെയ്തത് ശരിയാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അഹല്യ ചെയ്തത് തെറ്റാണ്. അവിടെയാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. ഭഗവാൻ പറയുമ്പോൾ ഒരുപാട് നമ്മൾ വ്യാഖ്യാനങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ പറയും. ആ ശ്ലോകത്തിലോട്ട് പോകുന്നില്ല. സ്ത്രീയ വൈശ്യാശൂദ്രസ്ഥത അങ്ങനെ ശ്ലോകം വരുന്നു. അഹല്യയ്ക്ക് അബദ്ധം പറ്റിയതാണ്. പക്ഷേ അബദ്ധം പറ്റാൻ കൊള്ളാമോ? എപ്പോഴാണ് ഗൗതമ മഹർഷി സ്നാനത്തിന് പോയത്? ത്രിസന്ധ്യാ നേരത്ത്. ഗൗതമ മഹർഷി ആരായിരുന്നു? വളരെ വലിയ മഹാമുനിയായിരുന്നു. ത്രിസന്ധിയിൽ അങ്ങനെ ഒരു ആഗ്രഹം സഹധർമ്മിണിയോട് പ്രകടിപ്പിക്കുമോ? ഇല്ല. അത് മനസ്സിലാക്കാൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ അഹല്യ ഇത് നടക്കില്ലായിരുന്നു. ഒരു നിമിഷം ആ ബുദ്ധി അഹല്യക്കില്ലാതെ വന്നു. ഇങ്ങനൊരു തലമില്ലേ? അപ്പം അവിടെ ഗൗതമ മഹർഷിക്ക് വളരെ ദേഷ്യം വന്നു. അങ്ങനെ അഹല്യയെ ശപിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു അബദ്ധം പറ്റിയതാണെന്നുകൊണ്ട് ആ ശിലയ്ക്ക് കോൺഷ്യസ്നസ് കൊടുത്തു എന്ന് മാത്രമല്ല ഒരു ശാപമോക്ഷവും കൊടുത്തു. ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശനം ഏൽക്കുന്ന സമയത്ത് നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ച് 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 അഹല്യ ദിനങ്ങൾ കഴിച്ചുകൂട്ടി, വർഷങ്ങൾ കഴിച്ചുകൂട്ടി. ശ്രീരാമചന്ദ്രൻ ഉണർന്നു. ശ്രീരാമചന്ദ്രൻ അഹല്യയുടെ ഭക്തിയിൽ അലിഞ്ഞു ചേർന്നു. അങ്ങനെ ശ്രീരാമഭക്തൻ വിചാരിച്ചു ഇത് വർഷങ്ങളോളം നിൽക്കേണ്ട കാര്യമില്ല, ത്രേതായുഗം വരെ കാത്തിരിക്കാൻ വലിയ പ്രയാസമാണ്, ദ്വാപരയുഗം കൂടി കടന്ന് ത്രേതായുഗത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ. അത് വേണ്ട, എന്റെ ഭക്ത അതുവരെ കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ദ്വാപരയുഗത്തെ മാറ്റിമറിച്ചിട്ട് ത്രേതായുഗം കൊണ്ടുവന്നു ശ്രീരാമചന്ദ്രൻ ആഗതനായി. അപ്പൊ ഇവിടെ വീണ്ടും കർമ്മബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ചുവടും നമ്മൾ സൂക്ഷിച്ച് 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 നടക്കണം. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ശ്രീരാമചന്ദ്രന്റെ വനവാസത്തിന് ഉള്ള ആ ചരിത്രത്തിലോട്ട് നമ്മൾ പോവുകയാണ്.
അതും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇതേപോലെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭാഗവത്തിലെ ആ ശ്രീരാമചന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കും. ശ്രീരാമചന്ദ്രൻ രാജ്യഭാരം എടുക്കാൻ വേണ്ടിയിട്ട് ദശരഥൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ശ്രീരാമചന്ദ്രനെ രാജാവായി വാഴിക്കണമെന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് ഒരാള് കേറി വന്നു. ആരാണ്? കൈകേയി അല്ലേ? കൈകേയി അല്ലേ? അതെ, ഭരതന്റെ അമ്മ കൈകേയി വന്നു. പാടില്ല, ഞാൻ സമ്മതിക്കില്ല, കാരണങ്ങളെല്ലാം പറഞ്ഞു. ദശരഥനെ കൊണ്ട് സമ്മതിപ്പിച്ച് ശ്രീരാമചന്ദ്രനെ 14 വർഷം വനത്തിലേക്ക് പറഞ്ഞുവിടാൻ തീരുമാനമാക്കി. ഇതെല്ലാം അറിഞ്ഞിട്ട് കൗസല്യ എന്ന മാതൃഹൃദയം തേങ്ങിക്കൊണ്ട് ദശരഥനെ വഴക്കു പറഞ്ഞുകൊണ്ട് വരികയാണ്. അദ്ദേഹം പറഞ്ഞു, അതിപ്പം കൗസല്യ ഒരുപാട് വഴക്കു പറയാൻ ശകാരിക്കാൻ തുടങ്ങി ദശരഥനെ. രാമൻ നാട് കടത്തപ്പെട്ടതിന് അങ്ങയെ മാത്രമേ പഴിക്കേണ്ടതുള്ളൂ. സ്വന്തം പുത്രനോടും അതിലോലയായ പുത്രവധുവിനോടും ഇത്രയും ക്രൂരത കാട്ടുവാൻ അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു? വളരെ യൗവനമാണ്, സീതാദേവി വളരെ ചെറുപ്പമാണ്, ശ്രീരാമചന്ദ്രനേക്കാൾ ഇളയതാണ്. അപ്പം ഇത്രയും ക്രൂരത കാട്ടുവാൻ അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു? വീണ്ടും ആ മാതൃഹൃദയം തേങ്ങുകയാണ്. വെറും തറയിൽ കിടന്നവരെങ്ങനെ ഉറങ്ങും? ഫലമൂലാദികൾ മാത്രം ആഹരിച്ച്. അപ്പൊ ഇവിടെ വേറെ ഒരു കാര്യവും പറയുന്നില്ല. ആഹാരം പലരും പല സംശയങ്ങളും പറയുന്നുണ്ട്. രാമായണത്തിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഫലമൂലാദികൾ മാത്രം ആഹരിച്ച് അവരെങ്ങനെ ജീവിക്കും? ക്രൂരമൃഗങ്ങളിൽ നിന്ന് ആത്മരക്ഷ നേടുവാൻ അവർക്കാവുമോ? മാത്രമല്ല, കൊടുങ്കാറ്റിന്റെയും പ്രളയവർഷത്തിന്റെയും മരം കോച്ചുന്ന തണുപ്പിന്റെയും കടന്നാക്രമണം അവരെങ്ങനെ അതിജീവിക്കും? ഒരമ്മ സ്വന്തം പുത്രനെ കുറിച്ച് ദുഃഖിക്കുകയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം രാമൻ മടങ്ങി വരുമ്പോൾ ഭരതൻ ഒരിക്കലും സിംഹാസനം വിട്ടുകൊടുക്കില്ല. അഥവാ വിട്ടുകൊടുത്താൽ തന്നെ കനിഷ്ഠ സഹോദരൻ അനുഭവിച്ചു തരുന്നത് ശ്രീരാമചന്ദ്രൻ വീണ്ടും അനുഭവിക്കാൻ തയ്യാറാവുമോ? ഇതൊക്കെ ചോദിക്കുന്നു. വീണ്ടും പറയുകയാണ്, അല്ലയോ എന്റെ ദശരഥ മഹാരാജാവി, ഞാൻ എത്ര ദുർഭാഗ്യവതിയാണ്. ഒരു സ്ത്രീക്ക് പ്രഥമ ആശ്രയം എന്ന് പറയുന്നത് ഭർത്താവാണ്. ഇതാ ഞാൻ പറയുന്നത്. രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോറലുമാണ് പറയുന്നത്. ഒരു സ്ത്രീക്ക് പ്രഥമാശ്രയം ഭർത്താവാണ്. പക്ഷേ അങ്ങ് കൈകേയിയുടെ നിയന്ത്രണത്താൽ എനിക്ക് ആ ആശ്രയം നഷ്ടപ്പെട്ടു. എന്ന് കൈകേയിയുടെ നിയന്ത്രണത്തിൽ അങ്ങ് പ്രവർത്തിക്കുവാൻ തുടങ്ങിയോ, അന്ന് മുതല് ഞാൻ എന്റെ അങ്ങയിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു എന്ന് കൗസല്യ വേദനയോടെ സ്മരിച്ചുകൊണ്ട് ദശരഥനെ ഓർമ്മിപ്പിക്കുക. എനിക്ക് രണ്ടാമത്തെ ആശ്രയം എന്റെ മകനായിരുന്നു, ശ്രീരാമചന്ദ്രനായിരുന്നു. അവനെ നാട് കടത്തിയതോടെ അതും എനിക്ക് നഷ്ടപ്പെട്ടു. പ്രഭുപാദര് ഭാഗവത്തിൽ ഫർദർ എക്സ്പ്ലനേഷൻ പറഞ്ഞു. പണ്ട് വിവാഹം 23-24 വയസ്സാകുമ്പോഴത്തേന് ആൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കും. എന്തുകൊണ്ടെന്ന് പറയുന്നത്, അച്ഛനും അമ്മയും വയസ്സായി കഴിയുമ്പോൾ ഇവര് കാര്യങ്ങൾ നോക്കാനും ഈ അച്ഛനും അമ്മയെയും സേവിക്കാനുമുള്ള പ്രാപ്തി ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നാട്ടിലൊരു ആചാരം ഉണ്ടായിരുന്നു. ഇതൊക്കെ അർത്ഥപൂർണമായിരുന്നു. അങ്ങനെ ദശരഥനെ ശരിക്കും ശപിച്ച് ഇതെല്ലാം ദശരഥൻ കേട്ടിട്ട് ബോധം കെട്ട് താഴെ വീണു. ബോധം കെട്ട് താഴെ വീഴുമ്പോഴാണ് കൗസല്യക്ക് ഇത്തിരി ആ ദേഷ്യത്തിന്, സങ്കടത്തിന് ഒരു ശമനം ഉണ്ടായത്. വീണ്ടും കൗസല്യാദേവി ആലോചിക്കുകയാണ്, ഞാനൊരമ്മയാണ്, അതുപോലെ എന്റെ ഭർത്താവും ഒരച്ഛനാണ്, അദ്ദേഹത്തിനും വളരെ വേദനയുണ്ടായിരിക്കും. സ്വന്തം ഇഷ്ടത്തോടെ ആയിരിക്കത്തില്ല പറഞ്ഞു വിട്ടത്. കൈകേയിയുടെ നിരന്തരമായ
സമ്മർദ്ദം കൊണ്ട് ആയിരിക്കാം, നിവർത്തിയില്ലാതെ വന്നതായിരിക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടിരിക്കുമ്പോൾ ദശരഥ മഹാരാജാവ് അബോധാവസ്ഥയിൽ നിന്നും ഉണരുകയും ദശരഥ മഹാരാജാവ് കൗസല്യ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. അപ്പോഴാണ് ദശരഥ മഹാരാജാവ് ചിന്തിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പതനം ജീവിതത്തിൽ വരാൻ എന്താണ് കാരണം? അങ്ങനെ ദശരഥ മഹാരാജാവ് തന്റെ ചെറുപ്പകാലത്തേക്ക് പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കർമ്മബന്ധങ്ങൾ വളരെ വളരെ ക്രിറ്റിക്കലാണ്. നമ്മൾ പറയത്തില്ലേ CCP, ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഇല്ലേ ഡോക്ടർ ജി? നമ്മൾ പറയില്ലേ ക്രിട്ടിക്കൽ, വളരെ ഒഫീഷ്യൽ പ്രൊസീജിയറിൽ, ഒഫീഷ്യൽ ലൈഫിൽ വളരെ ഇതാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിൽ നമ്മൾ ജാഗരൂകരായിരിക്കും. ഓരോ പദവും നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പ്രകടനത്തിലോ നമ്മൾ അഭിമാനം കൊള്ളരുത്, അഹങ്കാരം കൊള്ളരുത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ അത് എനിക്കായി ചെയ്യണം. ഇവിടെ ദശരഥ മഹാരാജാവ് വളരെ വലിയ യോദ്ധാവായിരുന്നു. ആ യോദ്ധാവ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു കഴിവുണ്ടായിരുന്നു. ശബ്ദം നോക്കിയിട്ട്, ആ ശബ്ദത്തിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് യുദ്ധം ചെയ്യാനുള്ള കഴിവ് ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നു. ആ അച്ഛന്റെ ഗുണമാണ് വീണ്ടും ശ്രീരാമചന്ദ്രന് കിട്ടിയത്. അങ്ങനെ ഒരു ആന നദിയിൽ വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അതിനെ അമ്പെയ്യാൻ തുടങ്ങി. അമ്പെയ്തു ആ ലക്ഷ്യം വെച്ചിട്ട്. നോക്കൂ, ഇവിടെ ഒരു പാപമാണ് വരുന്നത്. ഒരു ആനയെ, ഒരു ജീവിയെയാണ് അമ്പെയ്യുന്നത്. ക്ഷത്രിയർക്ക് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ഈ യോധനകല പരിശ്രമിക്കാനോ എക്സസൈസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്, എങ്കിലും അതൊരു ജീവനാണ്. അങ്ങനെ ഒരാനയാണ് വെള്ളം കുടിക്കുമെന്ന് കരുതി ഒരു അമ്പ് വിട്ടു. പക്ഷേ ആനയുടെ കരച്ചിലല്ല കേട്ടത് ഒരു കുമാരന്റെ കരച്ചിലാണ്, ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിലാണ്. അദ്ദേഹം അത്ഭുതപ്പെടുകയും വിഷമിക്കുകയും ചെയ്തിട്ട് ഓടിപ്പോയി നോക്കിയപ്പോൾ അമ്പ് കൊണ്ടിട്ട് ചോര വാർന്ന് അവിടെ താഴെ വീണ് കിടക്കുകയാണ്. ദശരഥ മഹാരാജാവ് വളരെയധികം വിഷമിച്ചിട്ട് ക്ഷമാപണം പറയുമ്പോൾ പറഞ്ഞു, അങ്ങ് 2 കൊലപാതകങ്ങളാണ് ചെയ്തത്. അങ്ങ് എന്നെ കൊല്ലുക മാത്രമല്ല, എന്റെ അച്ഛനെയും അമ്മയെയും കൂടി കൊന്നു. എന്റെ അച്ഛനും അമ്മയും അന്ധരാണ്, അവർക്ക് വേണ്ടിയിട്ട് വെള്ളമെടുക്കാൻ വന്നതാണ് ഞാൻ. അങ്ങൊരു കാര്യം, ഒരു ഉപകാരമെങ്കിലും ചെയ്യണം. ഈ വെള്ളം എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൈ കൊണ്ടുകൊടുത്തിട്ട് പറയണം, അങ്ങയുടെ മകൻ ജീവിച്ചിരിക്കില്ല, ഇനി വെള്ളം തരാൻ ഉണ്ടാകില്ല എന്ന് കൂടി ചെന്ന് പറയണമെന്ന് പറഞ്ഞു. ദശരഥ മഹാരാജാവ് കരഞ്ഞു. വീണ്ടും ആ മുനിശ്രേഷ്ഠൻ പറഞ്ഞു, മുനികുമാരൻ പറഞ്ഞു, ഈ അമ്പ് കൊണ്ടിട്ട് എന്റെ ശരീരം അസഹ്യമായി വേദനിക്കുന്നു, ഈ അമ്പൊന്ന് എടുത്തു തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്പ് വലിച്ചൂരി ശ്രീരാമചന്ദ്രൻ അവിടുന്ന് ഈ ജലവും കൊണ്ട്, ഈ കുടവും കൊണ്ട് ആ വൃദ്ധ ദമ്പതികളുടെ അടുത്തേക്ക് പോവുകയാണ്. മുനിശ്രേഷ്ഠൻ മരിച്ചു. അവിടെയും ശ്രീരാമചന്ദ്രൻ ദശരഥൻ ധാർമ്മികത പുലർത്തി. ആ അച്ഛനെയും അമ്മയെയും കണ്ടിട്ട്, വൃദ്ധരായ അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവര് വിഷമിച്ചു. പക്ഷേ ആ വൃദ്ധ ദമ്പതികൾ പറഞ്ഞു, അങ്ങ് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ശപിക്കുന്നില്ല,
പക്ഷേ ഞങ്ങൾക്കിനി ആശ്രയമായിട്ട് ആരുമില്ല. ഒരു കാര്യമെങ്കിലും ചെയ്യണം. എനിക്ക് എന്റെ പുത്രനെ അവസാനമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ശ്രീ ദശരഥ മഹാരാജാവ് ഈ വൃദ്ധ ദമ്പതികളെ ആ പുത്രന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ട് ആ മരിച്ചു കിടക്കുന്ന സ്വന്തം പുത്രന്റെ ദേഹത്തിൽ കണ്ടിട്ട് ആ വൃദ്ധ ദമ്പതികൾ കരഞ്ഞു. അവിടെ വെച്ച് ദശരഥൻ മഹാരാജാവ് തന്നെ ആ പുത്രന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ ഈ വൃദ്ധ ദമ്പതികൾ കരഞ്ഞുകൊണ്ട് വിഷമത്തോടെ പറഞ്ഞു, ദശരഥ മഹാരാജാവേ, അങ്ങയും ഇതേപോലെ പുത്രദുഃഖത്താൽ അങ്ങും മരിക്കും. അതാണ് കർമ്മബന്ധം എന്ന് പറയുന്നത്. ആ കർമ്മം, അത് ആ കാർമിക് റിയാക്ഷൻ ബന്ധനസ്ഥനായി ദശരഥ മഹാരാജാവ് പിന്നീട് രാജാവായി, വിവാഹം ചെയ്തു, മക്കളെല്ലാമായി. ആ മക്കള് വലുതായി, രാജ്യഭാരം ഏൽക്കാനുള്ള സമയമാകുന്നതുവരെ ആ കർമ്മം ദശരഥ മഹാരാജാവിനൊപ്പം ഉറങ്ങിക്കിടന്നു. ആ കർമ്മഫലം, ആ കാർമിക് റിയാക്ഷൻ ശ്രീരാമചന്ദ്രദേവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രൻ ദശരഥ മഹാരാജാവിന്റെ അത്യധികം ഇഷ്ടത്തോടെയുള്ള ആ പുത്രൻ രാജ്യഭാരം ആ സിംഹാസനത്തിൽ ഇരിക്കാറായപ്പോൾ ആ കാർമിക് റിയാക്ഷൻ, കർമ്മബന്ധം പ്രവർത്തിച്ചു. അവിടെയാണ് ദശരഥ മഹാരാജാവിന്റെ ദുഃഖത്തിനുള്ള കാരണം. ഇവിടെ നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങൾ സസൂക്ഷ്മമായിരിക്കണം, സംശുദ്ധമായിരിക്കണം, ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം. ഇവിടെയാണ് വീണ്ടും ഭാഗവതത്തിലെ ദശമസ്കന്ധത്തില് 14-ാമത്തെ അധ്യായത്തിൽ 58-ാമത്തെ ശ്ലോകം പറയുന്നത്. നേരത്തെ സ്മിത മാതാജി വായിച്ചത്, സ്വാസിതായത ഏ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ പവാംബുദീർവസ്ത പദം പരം പദം 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 യത്തി പദം നതേഷാം. ഓരോ പദങ്ങളിലും നമ്മൾ ഓരോ പദങ്ങളും ഓരോ ചുവടുകളും ഭഗവാന്റെ അടുത്തേക്കായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ ചുവടുകളിലും അപകടങ്ങൾ ഇതുപോലെ അറിയാതെ പതിഞ്ഞിരിക്കും. ഇവിടെ വാൽമീകി രാമായണം ഇങ്ങനെ പറയുമ്പോൾ ഭാഗവതത്തിലെ എല്ലാരും പ്രിന്റ് എടുത്തിട്ടുണ്ടോ? ശ്രീരാമചന്ദ്രന്റെ ഗുണങ്ങളെ കുറിച്ച് വീണ്ടും പോവുകയാണ്. അതില് ആദ്യത്തെ അവതാരിക എന്നുള്ള പ്രിന്റ് ഔട്ട്, അവതാരിക എന്നുള്ള പേജിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രീമദ് മഹാഭാഗവതത്തിന്റെ 9ാം സ്കന്ധത്തിലെ 9ാമത്തെ സ്കന്ധത്തിലെ 10ഉം 11ഉം അധ്യായങ്ങള് ശ്രീല പ്രഭുപാദര് 1967 മാർച്ച് 27-ാം തീയതി ഹവായിൽ വെച്ച്, ഹവായ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലാണെന്ന് തോന്നുന്നു, ഹവായിൽ വെച്ച് പ്രഭാഷണം നടത്തിയതിന്റെ ഒരു ഫർദർ, അതിന്റെ ബന്ധപ്പെട്ട വിവരണങ്ങളിലൂടെ നമ്മൾ ശ്രീരാമചന്ദ്രനെ കുറിച്ച് വിവരിക്കും. അതില് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാമാദിമൂർത്തിഷു കല നിയമേന തിഷ്ടൻ നാനാവതാരമകരോദ്ഭുവനേഷു കിന്തു. രാമാദിമൂർത്തിഷു കല നിയമേന തിഷ്ടൻ നാനാവതാരമകരോദ്ഭുവനേഷു കിന്തു. കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഇത് ബ്രഹ്മസംഹിതയിലെ 5-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകമാണ്. ബ്രഹ്മാവ് ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ബ്രഹ്മസംഹിതയിൽ
രാമചന്ദ്രന്റെ അവതാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമാണിത്. രാമാദി, രാമൻ മാത്രമല്ല എണ്ണമറ്റ മറ്റനേകം അവതാരങ്ങളുമുണ്ട്. നദിയിലെ അലകളോട് അവയെ ഉപമിച്ചിരിക്കുന്നു. നദിയിലെ അലകളോ സമുദ്രത്തിലെ തിരമാലകളോ എണ്ണുവാൻ കഴിയാത്തതുപോലെ ഭഗവാന്റെ അവതാരങ്ങൾ എത്രയുണ്ടെന്നത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ അവയിൽ നിന്ന് മുഖ്യമായ നാമങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു. അതിനാലാണ് രാമാദി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വച്ചാൽ രാമനും മറ്റു പല അവതാരങ്ങളും എന്നർത്ഥം. അവയെല്ലാം ഇപ്പോഴും ഉണ്ട്. ശ്രീമാതാജിന്റെ ബാക്കി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഒരവതാരം പ്രത്യക്ഷപ്പെടുകയും അത് അവസാനിക്കുകയും ചെയ്യുന്നു എന്ന് വരുന്നില്ല. അതങ്ങനെയല്ല. രാമചന്ദ്ര ഭഗവാൻ ഈ ഗ്രഹത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവതരിച്ചു. ത്രേതായുഗത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. നാം ഇപ്പോൾ ഈ കലിയുഗത്തിലെ 5000 വർഷങ്ങൾ മാത്രമേ കടന്നിട്ടുള്ളൂ. അതിനു മുമ്പ് 8 ലക്ഷം വർഷങ്ങൾ നീണ്ടുനിന്ന ദ്വാപര യുഗമായിരുന്നു. അതിനു മുമ്പ് ത്രേതായുഗമായിരുന്നു. അത് 1,200,000 വർഷങ്ങൾ നീണ്ടുനിന്നു. ഇപ്പറഞ്ഞതിനർത്ഥം 2 ദശലക്ഷം വർഷങ്ങൾക്കെങ്കിലും മുമ്പാണ് രാമചന്ദ്രദേവൻ ഈ ഗ്രഹത്തിൽ അവതരിച്ചത് എന്നാണ്. എല്ലാം ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ്. ചരിത്രമായ പൗരാണിക ചരിത്രമാണ്. പൗരാണിക ഗ്രന്ഥത്തിലുള്ള ചരിത്രമാണ്. പറഞ്ഞു വായിച്ചോളൂ. മാതാജി. ഉത്തരേന്ത്യയിലെ അയോധ്യ എന്ന സ്ഥലത്താണ് ഭഗവാൻ രാമചന്ദ്രൻ അവതരിച്ചത്. ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത് മധുരയിലാണ്. മധുര ഉത്തരേന്ത്യയിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയുടെ 90 മൈലോളം തെക്കാണ്. ദില്ലിയുടെ 500 മൈലോളം വടക്ക് കിഴക്കാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. അമാവാസി കഴിഞ്ഞ് 9ാം ദിവസം ശ്രീരാമനവമി എന്നറിയപ്പെടുന്ന ഈ ദിനത്തിലാണ് ഭഗവാൻ രാമചന്ദ്രൻ അവതരിച്ചത്. ശ്രീരാമചന്ദ്ര ഭഗവാൻ കീ ജയ് പറയൂ എല്ലാവരും. വായിച്ചോളൂ. അദ്ദേഹത്തിന്റെ പിതാവ് അയോധ്യയുടെ രാജാവായിരുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാരായിരുന്നു. അവരുടെ 4 പുത്രന്മാർ പരമ ദിവ്യോത്തമ പുരുഷന്റെ അവതാരമായ രാമചന്ദ്രനും വിസ്തരണങ്ങളുമായിരുന്നു. സീമന്തപുത്രനായിരുന്ന ശ്രീരാമചന്ദ്രൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ കണ്ടിന്യൂഷൻ ഡോക്ടർ ജിയുടെ കൈ പ്രിന്റ് ഔട്ട് ഉണ്ടോ? ഡോക്ടർ ജി ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? എന്നാ വായിച്ചു. ശ്രീമന്തപുത്രനായിരുന്ന ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ജീവിതവും ക്രിയകളും രാമായണം എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നു. രാമായണം ചരിത്ര ഗ്രന്ഥമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വേദസാഹിത്യങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളും കേൾക്കുന്നില്ല. പുരാണങ്ങൾ, ശ്രീമദ് മഹാഭാരതം, രാമായണം എന്നീ വിശ്രമ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു. പ്രഥമ പത്നി കൗസല്യയുടെ പുത്രനായിരുന്നു രാമചന്ദ്രൻ. എല്ലാം തീരുമാനിക്കപ്പെട്ടു. പക്ഷേ അതിനു മുൻപിലത്തെ ദിവസം രാജാവിന്റെ ഇളയ പത്നി എല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ചു. പണ്ട് മഹാരാജ ദശരഥൻ കൈവിരലിൽ നഖച്ചുറ്റ് വന്ന് കഷ്ടപ്പെടുന്ന വേളയിൽ ഈ രാജ്ഞി അദ്ദേഹത്തെ നന്നായി സേവിക്കുകയുണ്ടായി. സന്തുഷ്ടനായി തീർന്ന രാജാവ് പ്രിയപത്നി നിനക്കെന്തെങ്കിലും വരം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു. വരം വേണ്ട ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ അവർ ഭർത്താവ് മഹാരാജ ദശരഥനെ സമീപിച്ച് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. നാഥ, അങ്ങ് എനിക്കൊരു വരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഹരേ കൃഷ്ണ. പ്രത്യേകം സൂക്ഷിച്ചോണം. ഭർത്താക്കന്മാരെ സോപ്പിട്ട് നിൽക്കുമ്പോ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചു എന്ന് പറയുമ്പോ ഞാൻ ഇപ്പം ചോദിക്കത്തില്ല, പിന്നെ ചോദിച്ചോളാന്ന് പറയും.
അതിട്ട് വല്ല കല്യാണം വരുമ്പോഴായിരിക്കും പറയുന്നത് എനിക്കൊരു സാരി വാങ്ങിച്ചു തരണം. അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതല്ലേ പറയും. ഇപ്പൊ അതൊന്നും പറ്റത്തില്ല. അന്ന് എനിക്ക് വാക്ക് തന്നതാണ് സാരി വാങ്ങിച്ചു തരാമെന്ന്. അല്ല, ഒരു കണ്ടീഷനും കൂടെ വെച്ചാൽ അന്നേരം ഡോക്ടർജി കണ്ടീഷൻ ഒന്നും വെക്കാൻ തോന്നത്തില്ല നമുക്ക്. ഒരു കണ്ടീഷനും കൂടെ വെക്കണമാണ് ഡോക്ടർജി. അന്നേരം നമുക്ക് ആ സമയത്ത് ഇവരുടെ സുബിപ്പിയില് കേൾക്കുമ്പോണ്ടല്ലോ ഈ കണ്ടീഷൻ ഒന്നും വെക്കാൻ തോന്നുന്നില്ല. ആ സമയത്ത് നമുക്ക് സാധിക്കുന്നതാണെങ്കിൽ വെക്കണം അല്ലേ? ഇപ്പൊ നമ്മളത് പറയും. പക്ഷേ ആ സമയത്ത് ഇവരുടെ ശുശ്രൂഷ കണ്ടിട്ട് നമ്മളങ്ങ് ആനന്ദം കൊള്ളും. എന്നിട്ട് കണ്ടീഷൻ ഒന്നും വെക്കാൻ പറയത്തില്ല. ഹരേ കൃഷ്ണ. കണ്ടിന്യൂ ചെയ്തോളൂ. സുമാജി വായിച്ചോളൂ. കണ്ടിന്യൂ ചെയ്തോളൂ. വായിക്കൂ. കേൾക്കാൻ പറ്റുമോ? സുമാജിക്ക് കേൾക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. എല്ലാരും സ്ട്രക്ക് ആയിട്ടുണ്ടല്ലോ. എന്നാ വായിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? ദശരഥ ചക്രവർത്തി പറഞ്ഞു, ഉവ്വ ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, രാമചന്ദ്രൻ സിംഹാസനാസ്ഥനാകാൻ പാടില്ല. അവൾ പറഞ്ഞു, രാമചന്ദ്രൻ സിംഹാസനസ്ഥനാകാൻ പാടില്ല. എന്റെ പുത്രൻ ഭരതനെ രാജാവാക്കണം. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അതൊരു വലിയ ആവശ്യമായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, ശരി, നിന്റെ പുത്രൻ അങ്ങനെ നടക്കട്ടെ. ഇന്ത്യയിൽ പണ്ട് രാജാക്കന്മാർക്ക് അഥവാ ക്ഷത്രിയന്മാർക്ക് ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരുന്നു. സ്വാഭാവികമായും ഭാര്യമാർക്കിടയിൽ മത്സരവും ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. മനുഷ്യ മനഃശാസ്ത്രം എന്ന് ഒന്നു തന്നെ. 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പും ഇതേ മനോഭാവം ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതിനാൽ അവൾ പറഞ്ഞു, എന്റെ മകനാണ് രാമചന്ദ്രനല്ല രാജാവാകേണ്ടത്. തന്ത്രജ്ഞയായിരുന്നതിനാൽ രാമചന്ദ്രൻ 14 കൊല്ലത്തേക്ക് കാട്ടിൽ പോകണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ലക്ഷ്യമുള്ളതായിരുന്നു ആ ആവശ്യം. രാജാവ് ഇപ്പോൾ എന്റെ പുത്രനെ അവരോധിക്കാൻ സമ്മതിച്ചേക്കും. പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോൾ രാമചന്ദ്രൻ സൈന്യവുമായി വന്നേക്കും. അപ്പോൾ പിന്നെ ഭരണം തുടരാൻ ബുദ്ധിമുട്ടാവും എന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് രാമചന്ദ്രൻ കാട്ടിലേക്ക് പോകണമെന്നും 14 വർഷം കഴിയും വരെ മടങ്ങി വരരുതെന്നും അവൾ ആവശ്യപ്പെട്ടു. ദശരഥ ചക്രവർത്തി സമ്മതിച്ചു. എന്നിട്ട് രാമചന്ദ്രനെ വിളിപ്പിച്ചു. ക്ഷത്രിയനായതിനാലാണ് അദ്ദേഹം സമ്മതിച്ചത്. വാഗ്ദാനത്തിന്റെ ഉറപ്പ് നോക്കുക. ക്ഷത്രിയൻ ഒരിക്കലും പറഞ്ഞ വാക്ക് പിൻവലിക്കില്ല. ഒരു വെല്ലുവിളിയും സ്വീകരിക്കാതിരിക്കില്ല. എനിക്ക് നിങ്ങളോട് പോരാടണം എന്നാരെങ്കിലും വെല്ലുവിളിച്ചാൽ ഒരു ക്ഷത്രിയന് അത് നിരസിക്കാനാവില്ല. ഇതാണ് ക്ഷത്രിയ വീര്യം. ഞാനിപ്പോൾ തിരക്കിലാണ് എന്നും അയാൾക്കും പറയാനാവില്ല. ഒരു ക്ഷത്രിയൻ ഓ ശരി വരൂ എന്ന് പറഞ്ഞു ഉടൻ സ്വീകരിക്കണം. രാജാക്കന്മാർ ഉദാരന്മാരും ധൈര്യശാലികളും വാക്ക് പാലിക്കുന്നവരും ഭരണ നൈപുണ്യമുള്ളവരുമായിരുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ഒരു ക്ഷത്രിയന്റെയും ഒരു ഭരണാധികാരി എങ്ങനെയുള്ള ആണെന്നും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ മീരാജിക്ക് വായിക്കാൻ പറ്റുമോ? വായിക്കാം. അതിനാൽ ദശരഥ ചക്രവർത്തി തന്റെ ഇളയ പത്നിക്ക് നൽകിയ വാക്കു നിറവേറ്റി. തന്റെ സീമന്ത്രപുത്രൻ രാമചന്ദ്രനോട് അദ്ദേഹം, പ്രിയപുത്ര, നീ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. നിന്റെ ഇളയമ്മയുടെ ആഗ്രഹമാണിത്. ങ്ങളിൽ ഒന്നിതാണ്. ഐശ്വര്യസ്യ സമാഗ്രസ്യ വീരസ്യ യശസ്സ ശ്രിയഃ ജ്ഞാന വൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭാഗം ഇതീംഗന. എങ്ങനെയാണ് ഒരാൾ ഈശ്വരനാവുക? ഈശ്വരനെ വോട്ടുകൊണ്ട് മെനഞ്ഞെടുക്കുന്നതല്ല. ഈശ്വരന് നിർവചനങ്ങളുണ്ട്. ഈശ്വരൻ എല്ലാ സമ്പത്തിനും ഉടമയായിരിക്കണം. ഐശ്വര്യസ്യ സമാഗ്രസ്യ, സമാഗ്ര എന്ന് വെച്ചാൽ എല്ലാം, ആർക്കും അദ്ദേഹത്തോട് മത്സരിക്കാനാവില്ല. ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ഞാനൊരു ധനികനാണ്. എന്നോട് മത്സരിക്കാൻ കഴിവുള്ള മറ്റൊരു ധനികൻ ഉണ്ടാവും.
അയാളോട് മത്സരിക്കാൻ കഴിവുള്ള ഇനിയൊരു ധനികൻ ഉണ്ടാവും. പക്ഷെ ഈശ്വരനോട് സമ്പത്തിൽ മത്സരിക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് ഈശ്വരന്റെ ഒരു യോഗ്യത. ഞാൻ ഈശ്വരനേക്കാൾ സമ്പന്നനാണെന്ന് ആർക്കും പറയാനാവില്ല. ഞാൻ ഫോർഡിനേക്കാളും റോക്ക് ഫെല്ലറേക്കാളും സമ്പന്നനാണെന്നോ മറ്റോ നിങ്ങൾക്ക് പറയാനായേക്കും. പക്ഷെ ഞാൻ ഈശ്വരനേക്കാൾ സമ്പന്നനാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഭഗവത്ഗീത 7.7 ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, മത്ത പരതരം നാന്യത് അസ്തി കിഞ്ചിത് ധനഞ്ജയ. പ്രിയപ്പെട്ട അർജുന, എന്നേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. അതിനാൽ താൻ ഈശ്വരനാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെക്കാളും സമ്പന്നനായി ആരുമില്ലെന്ന് അയാൾ തെളിയിച്ചു കാണിക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഒട്ടേറെ ദൈവങ്ങളെ സ്വീകരിക്കുന്നു. തെരുവിൽ കഴിയുന്ന ഒരു നീചനും താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. അതുപോലെ മറ്റു യോഗ്യതകൾ അനുസരിച്ച് ഓരോരുത്തർക്കും ദൈവത്തെക്കാൾ ശക്തനോ, ദൈവത്തെക്കാൾ ബുദ്ധിമാനോ, ദൈവത്തെക്കാൾ പ്രസിദ്ധനോ, ദൈവത്തെക്കാൾ സുന്ദരനോ, ദൈവത്തെക്കാൾ ത്യാഗിയോ ആകാൻ സാധ്യമല്ല. അതിനാൽ ഭഗവാൻ രാമചന്ദ്രൻ പിതാവിന്റെ ആജ്ഞയനുസരിച്ച് അദ്ദേഹത്തോടുള്ള അനുസരണ മൂലം സാമ്രാജ്യം മുഴുവനായി ത്യജിക്കാനുള്ള സദ്ഗുണം കാണിച്ചു. അദ്ദേഹത്തിന് പിതാവിനോട് ഇങ്ങനെ തർക്കിക്കാമായിരുന്നു, പ്രിയപ്പെട്ട പിതാവേ, അങ്ങിത് ചെയ്യുന്നത് അങ്ങയുടെ സത്യം പാലിക്കൽ മാത്രം, അതും ഒരു സ്ത്രീയുടെ കൽപ്പന മൂലമാണല്ലോ. ഇത് മതിയാക്കുക. എന്റെ കിരീടധാരണം നാളെ നടക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അവരൊക്കെ എന്നെ ഏറെ സ്നേഹിക്കുന്നുമുണ്ട്. കൃഷ്ണൻ എങ്ങനെ ജനപ്രിയനായിരുന്നുവോ അതുപോലെ രാമൻ ജനങ്ങൾക്ക് ജീവനായിരുന്നു. അടുത്ത ദിവസം രാമൻ സിംഹാസനാരൂഢനാവുന്നത് അവരൊക്കെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നഗരമൊക്കെ അലങ്കരിച്ച് ആഘോഷങ്ങളിൽ മുഴുകുകയായിരുന്നു അവർ. പക്ഷെ അദ്ദേഹം തർക്കിച്ചതേയില്ല. ഉടനെ ഏൽക്കുകയും ചെയ്തു. ശരി പിതാവേ, ഞാൻ തയ്യാറാണ്. ഹരേ കൃഷ്ണ. ഇതാണ് ഒരു മകന്റെ ധർമ്മം. അവിടെ ഒന്നും ചിന്തിച്ചില്ല. ആക്ച്വലി അച്ഛൻ ചെയ്യുന്നത് തെറ്റാണ്. അച്ഛന്റെ ഭൗതികമായ ആഗ്രഹങ്ങൾ കൊണ്ട് അച്ഛൻ പലതും അച്ഛൻ അമ്മയോട് പല വാക്കുകൾ കൊടുത്തിരിക്കാം. പക്ഷെ അതിനൊന്നും എനിക്ക് കൂട്ടില്ല എന്ന് ശ്രീരാമചന്ദ്രന് പറയാമായിരുന്നു. ദശരഥനും കൈകേയിയും ഒറ്റപ്പെടുമായിരുന്നു. രാജ്യത്തിലെ എല്ലാ പ്രജകളും ശ്രീരാമചന്ദ്രന്റെ പുറവേ നിൽക്കുമായിരുന്നു. എങ്കിലും ശ്രീരാമചന്ദ്രൻ അതിൽ മുതിർന്നില്ല. സ്വന്തം മകന്റെ ധർമ്മം, പുത്രധർമ്മം എന്താണോ ആ ധർമ്മത്തിൽ ശ്രീരാമചന്ദ്രൻ അടിയുറച്ചു നിന്നു. ഇതിന്റെ കണ്ടിന്യൂഷൻ രുക്മിണി മാതാജി മലയാളം പ്രിന്റ് ഉണ്ടോ? വായിക്കാൻ പറ്റുമോ മലയാളം? മണിലാൽജിയുടെ വീഡിയോ ഓഫ് ആണ് കേട്ടോ. അത് ഞാൻ വീഡിയോ ഓഫ് ചെയ്തതാണ്, എന്റെ സ്പീഡ് വന്നപ്പോ. ഓക്കെ, അത് ഈ ഒരു സെക്കൻഡ് നമ്മളിപ്പോ പറയുകയോ വായിക്കുകയോ ചെയ്യുന്നവരെ വ്യക്തമായിട്ട് കാണുന്നുണ്ടെങ്കിലേ ഈ റൈറ്റ് സൈഡിൽ മുകളിൽ ടോപ്പിൽ ഒരു സ്പീക്കർ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ വ്യൂ അതിൽ ഞെക്കി കഴിഞ്ഞാല് അവരെ വലുതാക്കി കാണിക്കും. അപ്പം ഇനി അടുത്തത് രുക്മിണി മാതാജിക്ക് വായിക്കാൻ പറ്റുമോ? പ്രിന്റ് എടുത്തിട്ടുണ്ടോ? മലയാളം വായിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, താങ്കൾ വായിച്ചോളൂ, എല്ലാരും വായിച്ചോളൂ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ. പിന്നെ ഗീതമാതാജിയുടെ പ്രിന്റ് ഉണ്ടോ? ഉണ്ട് പ്രഭു, ഞാൻ വായിക്കാം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തിന്റെ സോദരന്മാരിൽ ഒരാളായ ലക്ഷ്മണൻ രാമചന്ദ്രനോട് അപേക്ഷിച്ചു, പ്രിയപ്പെട്ട ജ്യേഷ്ഠ, എന്നെ കൂടി കൊണ്ടുപോകുക. ഞാൻ അങ്ങയുടെ സന്തത സഹചാരിയല്ലേ, ഞാൻ ഒപ്പം വന്നേ തീരൂ. രാമചന്ദ്രൻ പറഞ്ഞു, അത് നിന്റെ ഇഷ്ടം, നിനക്ക് സ്വേച്ഛയായി വരണമെങ്കിൽ ആവാം. അപ്പോൾ ശ്രീരാമന്റെ യുവതിയായ ഭാര്യ സീതയും ഇങ്ങനെ പറഞ്ഞു, ഞാനും അങ്ങയോടൊപ്പം വരും. രാമചന്ദ്രൻ പത്നിയോട് അപേക്ഷിച്ചു, നിനക്ക് എന്റെ ഒപ്പം വരാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. നീ ഒരു രാജപുത്രിയും സുഖ സൗകര്യങ്ങളിൽ വളർന്നവളും അതിസുന്ദരിയുമാണ്. നിനക്ക് വരാനാവില്ല. കാട്ടിൽ വസിക്കുന്നതിന്റെ കഷ്ടപ്പാടുകൾ നിനക്ക് താങ്ങാനാവില്ല. അപ്പോൾ സീതാദേവി പ്രതിഭവിച്ചു, ഞാൻ അങ്ങയുടെ പത്നിയാണ്. അതിനാൽ താങ്കൾ നരകത്തിലേക്ക് പോയാലും ഞാനും ഒപ്പമുണ്ടാകണം. ഇങ്ങനെയാകണം ഒരാദർശ പത്നി. അവൾക്ക് നിരസിക്കാമായിരുന്നു. ഓ, അങ്ങ് കാട്ടിലേക്ക് പോകാൻ അങ്ങയുടെ പിതാവ് ആജ്ഞാപിച്ചു, അങ്ങേക്ക് പോകാം. ഞാൻ എന്റെ പിതൃഗ്രഹത്തിലേക്ക് പോകുകയോ ഇവിടെ തങ്ങുകയോ ചെയ്യാം. ഇല്ല, ഇതൊരു ആദർശ പത്നിയാണ്.
ഭർത്താവിന്റെ ഏതൊരു സാഹചര്യവും സ്വീകരിക്കാൻ അവൾ തയ്യാറായിരിക്കണം. ഭർത്താവ് സമ്പന്നനായിട്ടിരിക്കുമ്പോൾ വിശ്വസ്തയായിരിക്കുക. അയാൾ ദരിദ്രനാവുകയോ കാട്ടിൽ പോവുകയോ ചെയ്യുമ്പോൾ അയാളുടെ സഹവാസം ഉപേക്ഷിക്കുക. അങ്ങനെയല്ല വേണ്ടത്. ഭാര്യ എന്നാൽ നല്ല പകുതി എന്നർത്ഥം. അവൾ ഭർത്താവിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. നിഴൽ രൂപത്തെ എന്ന പോലെ ഭർത്താവിന്റെ നിഴലായി ഒരു ഭാര്യ പിന്തുടരണം. ഭർത്താവ് എവിടെ പോയാലും അവളും പോകണം. ഭർത്താവിന് എന്ത് വേണമെങ്കിലും അവൾ ചെയ്തു കൊടുക്കണം. തീർച്ചയായും അമേരിക്കയിൽ ഈ വ്യാഖ്യാനത്തെ വേറെ വിധത്തിലാണ് സ്വീകരിക്കുക. അതായത് ഭാര്യ അടിമയാക്കപ്പെട്ടു എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. രാമചന്ദ്രനെ വേർപിരിഞ്ഞ ശേഷം ദശരഥ ചക്രവർത്തി മനസ്സിനേറ്റ ആഘാതം മൂലം മരണമടഞ്ഞു. സീമന്തപുത്രൻ രാമചന്ദ്രൻ രാജാവിന്റെ ഓമന പുത്രനായിരുന്നുവല്ലോ. രാമചന്ദ്രൻ രാജാവാകാൻ ഒരുങ്ങിയായിരുന്നു. പക്ഷേ മഹാരാജാവിന്റെ ആജ്ഞ മൂലം അദ്ദേഹത്തിന് വനവാസത്തിന് പോകേണ്ടി വന്നു. ഈ ആഘാതം താങ്ങാൻ പിതാവിനായില്ല. അദ്ദേഹം മരണമടഞ്ഞു. ഭരതനിൽ നിന്ന് ഈ വാർത്തയറിഞ്ഞ രാമചന്ദ്രൻ ആ വേർഡ് ക്ലിയർ അല്ല പ്രഭു. രാമചന്ദ്രൻ ഈ വാർത്തയറിഞ്ഞ രാമചന്ദ്രൻ ഭരതനോട് അപേക്ഷിച്ചു. നീ രാജാവാകണമെന്ന് നിന്റെ അമ്മ ആഗ്രഹിച്ചു. എന്റെ അഭാവത്തിൽ നീ രാജാവായിരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഏറെ വിശ്വസ്ത സഹോദരനായ ഭരതൻ മറുപടി പറഞ്ഞിങ്ങനെ ആണ്: ഇല്ല, താങ്കളാണ് രാജാവ്. അങ്ങ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റാർക്കും രാജാവാകാൻ പറ്റില്ല. ഞാൻ രാജാവാവുകയും ഇല്ല. പക്ഷേ രാമചന്ദ്രൻ തുടർന്ന് അപേക്ഷിച്ചു: നീ ഭരണം നിർവഹിക്കുകയെങ്കിലും ചെയ്യുക. ഭരതൻ അത് സമ്മതിച്ചു. ഹരേ കൃഷ്ണ. ആശാമാതാജി വായിച്ചില്ല. ആശാമാതാജി കണ്ടിന്യൂ ചെയ്തോളൂ. കാലത്തിന് ശേഷം കാട്ടിൽ വെച്ച് സീത അപഹരിക്കപ്പെട്ടു. രാമചന്ദ്രൻ അത് പ്രതീക്ഷിച്ചിരുന്നു. അത് സുന്ദരിയും യൗവനയുക്തയുമായിരുന്ന അദ്ദേഹം കരുതിയിരുന്നു. തുറന്ന വനത്തിലാണ് ഞങ്ങൾ. രാക്ഷസന്മാർ വന്നേക്കാനിടയുണ്ട്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു. അങ്ങനെ സീതയ്ക്കായി രാമചന്ദ്ര ഭഗവാൻ സീതയുടെ അപഹർത്താവായ രാവണന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കി. സീതയ്ക്ക് വേണ്ടി മാത്രം. അത്രത്തോളം വിശ്വസ്തയായിരുന്നതിനാൽ ആ പത്നിക്ക് തനിയെ ജീവിക്കാൻ കഴിഞ്ഞില്ല. കാട്ടിലേക്കായാൽ പോലും അവൾക്ക് ഭർത്താവിനെ അനുഗമിക്കേണ്ടിയിരുന്നു. ഭർത്താവട്ടെ അത്രത്തോളം വിശ്വസ്തനാകായാൽ ഭാര്യ അപഹ്യതയായപ്പോൾ രാവണന്റെ കുടുംബത്തെ മൊത്തത്തിൽ കൊന്നൊടുക്കി. രാവണന് ഭൗതിക ശക്തി ഏറെയുണ്ടായിരുന്നു. പക്ഷെ രാവണനുമായി പോരാടാൻ രാമചന്ദ്രൻ തന്റെ രാജ്യത്തിലേക്ക് മടങ്ങിച്ചെന്ന് സേനയെ കൊണ്ടുവന്നില്ല. അദ്ദേഹം തിരിച്ചു പോയതേയില്ല. കാരണം കാട്ടിൽ വസിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ആജ്ഞ. അതിനാൽ കാട്ടിലെ ജന്തുക്കളായ വാനരന്മാരെ കൂട്ടി അദ്ദേഹം ഒരു സേനയൊരുക്കി. സുസജ്ജന്മായ ഭൗതിക ബലമുള്ള രാവണനോട് വാനരന്മാരൊത്ത് അദ്ദേഹം പോരാടി. 14 വർഷങ്ങൾക്കു ശേഷം രാമചന്ദ്രൻ സീതയുമൊത്ത് അയോധ്യയിലേക്ക് മടങ്ങിയെത്തി. നാടുകടത്തത്തിനു ശേഷം അദ്ദേഹം സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടു. ഇതാണ് ആദർശപൂർണമായ ചരിത്രം. ആദർശവാനായ ഒരു രാജാവിന്റെ മാതൃക കാണിക്കാനും പഠിക്കുവാനുമായി ശ്രീരാമൻ ഭൂമിയിൽ അവതരിച്ചു. അതിനാൽ ഒരു നല്ല സർക്കാർ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ഉദാഹരണമായി നൽകുന്നത് രാമരാജ്യമാണ്. ഭഗവാൻ രാമന്റെ രാജ്യം. കാരണം അവിടെ എല്ലാവരും സന്തുഷ്ടരായിരുന്നു. രാമചന്ദ്രന്റെ ജീവിതത്തിൽ എങ്ങനെ ജനങ്ങളെ അദ്ദേഹം സന്തോഷിപ്പിച്ചു എന്നത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു ധർമ്മിഷ്ഠനായ ഒരു രാജാവിന്റെ കഴിവുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ശരിയായ ഭരണാധികാരി എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഒരു രാജാവിന്റെ ധർമ്മം എന്താണെന്ന് ഇവിടെ കാണിക്കുന്നു. ഇതിന്റെ കണ്ടിന്യൂഷൻ സ്മിതമാതാജി ഒന്ന് വായിച്ചോളൂ. കുറച്ച് വായിച്ചോളൂ. വീഡിയോ ഓൺ ചെയ്യും. അക്കാലത്ത് ഇന്നത്തെ പോലെ കോടതിയും നിയമവ്യവസ്ഥയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. 6 വർഷം കഴിയുമ്പോൾ വിധി പ്രസ്താവിച്ചു കിട്ടും.
അങ്ങനെ ആയിരുന്നില്ല അന്ന്. ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ രാജാവിനെ സമീപിച്ച് പരാതി ബോധിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നു. രാജാവ് തുറസായ ഒരിടത്തിരിക്കും. പൗരന്മാർക്ക് പ്രവേശനമുണ്ടായിരുന്നു. കാരണം ആർക്കും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല. ഉള്ളവ തന്നെ തീരെ ചെറിയവയായിരിക്കും. ഏവരും സന്തുഷ്ടരായിരുന്നു. രാജാക്കന്മാർ സദാ പൗരന്മാരുടെ സന്തോഷത്തെക്കുറിച്ചാവും ചിന്തിക്കുക. രാമചന്ദ്രനെ പോലെയുള്ള രാജാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവരെ പരിശീലിപ്പിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു രാജാവാണെന്നതല്ല നമ്മുടെ താല്പര്യത്തിനു കാരണം. എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. പരമേശ്വരനാണ് അദ്ദേഹം. അദ്ദേഹം ഭഗവാനാണെന്നതിനാൽ അദ്ദേഹത്തിന്റെ അവതാര ദിനം നാം ആഘോഷിക്കുന്നു. രാമാദിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠാൻ ബ്രഹ്മസംഹിത 5:39. അദ്ദേഹം ഭഗവാന്റെ തനതു രൂപത്തിലല്ല, ഭഗവാന്റെ മൂലസ്വരൂപം കൃഷ്ണനാണ്. കൃഷ്ണൻ വിവിധ രൂപത്തിൽ വിസ്തരണം നടത്തുന്നു. അദ്വൈതം അച്യുതം അനാദി അനന്തരൂപം ബ്രഹ്മസംഹിത 5:33. അനന്തരൂപം എന്ന സുപ്രധാനമായ ചില അവതാരങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ അവയിൽ ഒന്നാണ്. ശ്രീരാമചന്ദ്രന്റെ ജീവിതം, പ്രവർത്തികൾ, ലീലകൾ ഇവയെക്കുറിച്ച് കേൾക്കുക എന്നാൽ രാമചന്ദ്രനുമായി നാം ബന്ധപ്പെടുകയാണെന്നർത്ഥം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ രൂപം, നാമം, ലീലകൾ ഇവയും തമ്മിൽ വ്യത്യാസമില്ല. അദ്ദേഹം നിരപേക്ഷനാണ്. അതിനാൽ രാമന്റെ പുണ്യനാമം ജപിക്കുകയോ അദ്ദേഹത്തിന്റെ വിഗ്രഹം ദർശിക്കുകയോ അദ്ദേഹത്തിന്റെ ദിവ്യ ലീലകളെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പരമദിവ്യോത്തമ പുരുഷനുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണ് നമ്മൾ. അതിനാൽ ഭഗവത് അവതാരങ്ങളുടെ ജന്മദിനവും വാർഷികങ്ങളും നാം ഉപയോഗപ്പെടുത്തുന്നു. ഭഗവാനുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും അതുവഴി ശുദ്ധി നേടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ, നമ്മള് അവതാരിക മുഴുവൻ വായിച്ചു കഴിഞ്ഞു. അടുത്ത ആഴ്ച നമ്മള് ശ്രീരാമചന്ദ്രന്റെ ലീലകളിലോട്ട് നമ്മൾ പോകും. ശ്രീരാമന്റെ ജനനവും ചരിത്രവും ശ്രീരാമചരിത ലീലകളും എല്ലാം മുന്നോട്ട് പോകും. ഇത് ആർക്കെങ്കിലും ബോറടിച്ചോ? മൈക്ക് ഓൺ ചെയ്യാം. ഇല്ല പ്രഭു. ഇല്ല ബോറടിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. ആശയങ്ങളും അഭിപ്രായങ്ങളും പറയാം. സ്മിത മാതാ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടോ? സിമ്മി വായിച്ചില്ല. മലയാളം വായിക്കുമോ? സിമ്മി വായിക്കുമോ? വായിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച വായിച്ചിരിക്കും. വീഡിയോ ഇടയ്ക്ക് വരണം. വീഡിയോ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ കാണാതെ. ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച ആദ്യം സിമ്മി വായിച്ചിരിക്കും. പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് അടുത്ത ആഴ്ചയില് ശ്രീരാമചന്ദ്രന്റെ ലീലകളിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ 2 ചാപ്റ്റർ കൊണ്ട് രാമായണം മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. എവിടെ വേണമെങ്കിലും പിന്നെ രാമായണം വായിക്കുമ്പോൾ ഈ എക്സ്പ്ലനേഷൻ, സുമാരി മീരാജി കേട്ടോ, രാമായണം വായിക്കുമ്പോൾ ഇത് മനസ്സിലുണ്ടായിരിക്കണം. ഈസി ആയിട്ട് ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റും. അത് മണിലാൽജി ഇന്നലത്തെ ഒന്നും മനസ്സിലായില്ല. ഇന്നലത്തെ പറഞ്ഞ ഭാഗത്തിന്റെ മണിലാൽജി ഇന്നലെ വായിച്ചില്ലേ? ആദ്യത്തെ ഭാഗത്തിന്റെ എന്താന്ന് അറിയത്തില്ലെന്ന് ഡോക്ടർക്ക്. ഇന്നലെ സമതിയില് രാമായണം വായിച്ചില്ലേ? ആ ഭാഗം എന്താന്ന് അറിയത്തില്ലെന്ന്. ഇന്നലെ എവിടെ വരെ 500 എത്ര വരെ വായിച്ചത്? നമ്മൾ ഇന്നലെ രാമായണ മഹാത്മ്യം വായിച്ചു. പുത്രകാമേഷ്ടി വരെയൊക്കെ വായിച്ചിട്ടുണ്ട്. പുത്രകാമേഷ്ടി വരെ വായിച്ചിട്ടുണ്ട്. അപ്പം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ കഥകളും കാര്യങ്ങളും ഈ വരികളും വായിച്ച് ഹൃദിഷ്ടമാക്കിയിട്ടുള്ളവർക്ക് യാതൊരു പ്രശ്നമില്ല. ഇതിപ്പോ നമ്മളെ പോലെ, എന്നെ പോലെ ഒരാള് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം മീരാജിയുടെ വീട്ടിൽ വെച്ച് ഇത് രാമായണ മാസം നടത്തിയ സമയത്ത് രാമായണം ഏറ്റുവാങ്ങിക്കാൻ വേണ്ടി ഞാൻ ആശാനെ വിളിക്കൊണ്ടുവന്നതാണ്.
കേട്ടോ. ക്ലാസ്സിൽ പങ്കെടുക്കാനല്ല, രാമായണം ഏറ്റുവാങ്ങിക്കാൻ ഒരു ആശയ്ക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാള് വാങ്ങിക്കണമല്ലോ. അതിനു വേണ്ടി എന്നെ കൊണ്ടുവന്നത്. അത് ഞാൻ ഇത്രത്തോളം നമ്മൾ ഇതിലോട്ട് ലയിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പൊ നമുക്ക് കുറെ മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അതുപോലെ എന്നെ പോലെ ഉള്ള ഒരാളും ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരും അല്ലാത്തവർക്കും ഈ ആ വാക്കുകൾ തന്നെ നമുക്ക് നേരിട്ട് വായിച്ചാൽ പോലും മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ അത്രയും നേരം ഇത് വായിച്ച് പോയത് എന്താണെന്ന് നമുക്ക് ഒന്നും മനസ്സിലായില്ല, ഒന്നും. ഇന്നിപ്പോ ഏകദേശം മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഞാൻ തന്നെ ചെയ്ത് എന്താണ് ഇതിനെ ഈ സന്ധ്യാനാമം പ്രവചനം ഉണ്ടാവുക അല്ലേ? നമുക്കറിവില്ല, അറിയാവുന്നവർക്ക് അറിയാം. മലയാളത്തിൽ എനിക്ക് ഇത് ഫീൽ ചെയ്യത്തില്ല. എനിക്ക് ഒരു സെന്റൻസിന്റെ പോലും നമുക്ക് ആ ഒരു മലയാളി പറഞ്ഞില്ല, അത് എന്നെപ്പോലെയല്ലേ മലയാളി, ഒന്ന് പറഞ്ഞു കൊടുത്തേരാ. എനിക്ക് പറയാ അവരടുത്ത് ചോദിക്കാണ്, ഞാൻ പറഞ്ഞു വേണം. മലയാളി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലത്തെ ക്ലാസ് നമ്മള് എവിടം വരെ എത്തി, അത് മനസ്സിലാക്കിയെങ്കിലല്ലേ ഇന്നത്തെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലേ? അപ്പൊ ഇന്നലത്തെ ക്ലാസ് മനസ്സിലാവാതെ ഞാൻ ഇന്ന് ക്ലാസ്സിൽ വന്നിരുന്നാലേ എനിക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടില് ട്രഡീഷണലി കർക്കിടക മാസത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് രാമായണം വായിക്കുക ഒരു ട്രഡീഷൻ, ഒരു ആചാരമാണ്. അതങ്ങനെ വായിച്ചു പോകും. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ശ്രീരാമചന്ദ്രനെ കുറിച്ച് ഒരു സമ്മറൈസ് ചെയ്ത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതിനി വായിച്ചിട്ട് ഇത് കേട്ടിട്ട് ഇനി അത് വായിക്കുമ്പോഴത്തേന് എന്താണ് എന്നുള്ളത് നമുക്ക് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ല, ഇന്നലെ വായിച്ചതിൽ കുറച്ച് ഭാഗം എനിക്ക് പിടികിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ രാവിലെ ഹരീഷ് ഞാൻ വേറൊരെണ്ണം ഫേസ്ബുക്കിൽ അത് കേട്ടായിരുന്നു രാവിലെ, അത് കുറച്ച് കേട്ടുന്നല്ല. ഇന്നലെ രാമായണത്തിന്റെ മഹാത്മ്യം, പിന്നെ മഹാദേവരും പാർവതിയും തമ്മിലുള്ള സംവാദം. ഇവിടെ ആക്ച്വലി ഭാഗവതത്തിന്റെ സപ്താഹ കഥയും ആദ്യമായി മഹാദേവര് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ശ്രീരാമചന്ദ്രന്റെ മഹിമകളെ കുറിച്ചും പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച്, അതായത് മഹാദേവര് ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു മഹാദേവര്. അതുകൊണ്ടാണ് ഭാഗവതത്തില് പറയുന്ന ഈ ഒരു സെന്റൻസ്, വൈഷ്ണവാനാം യഥാശംഭു, വൈഷ്ണവന്മാരിൽ ഞാന് ശംഭുവിനെ, ശങ്കരനാണ്. വൈഷ്ണവാനാം യഥാശംഭു, അതിന്റെ കംപ്ലീറ്റ് മീനിങ് എങ്ങനെയാണ്? വൈഷ്ണവാനാം യഥാശംഭു, വൈഷ്ണവനിൽ എനിക്ക് ഏറെ ഇഷ്ടം മഹാദേവരെയാണ്, ശംഭുവിനെയാണ്, ശിവനെയാണ്. അപ്പൊ ആ മഹാദേവര് കൃത്യമായിട്ട് പാർവതി ദേവി എടുത്ത് ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിരുന്നു. മഹാദേവർ എപ്പോഴും ധ്യാനിക്കുന്നത് ശ്രീരാമചന്ദ്രനെ കുറിച്ചിട്ടാണ്. അപ്പം പാർവതി ദേവിക്ക് ഒരു സംശയം, എന്റെ കാന്തൻ, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഹാരിയാണ്, ഏറ്റവും വലിയ ശക്തിയുള്ളവനാണ്. എന്നിട്ട് ഇങ്ങേര് കാട്ടില് സീതാദേവി സ്വന്തം ഭാര്യ പോയി, ആരോ മോട്ടിച്ചുകൊണ്ടുപോയി, അറിയുന്നില്ല എവളാണെന്ന്. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ കാട്ടിക്കൂടെ ചോദിച്ചുകൊണ്ട് കിടക്കുക. ആരോടാ ചോദിക്കുന്നത്? വൃക്ഷങ്ങളോട്, പക്ഷികളോട്, മൃഗങ്ങളോട്, കൊരങ്ങന്മാരോട്, എന്റെ ഭാര്യയെ കണ്ടോ, എന്റെ ഭാര്യയെ കണ്ടോ, എന്റെ ഭാര്യയെ കണ്ടോ. ഇങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ ആണല്ലോ എന്റെ ഭർത്താവ് ധ്യാനിക്കുന്നത് എന്ന് പാർവതി ദേവി ചിന്തിച്ചു. ഈ ചിന്ത മഹാദേവർ അറിയുന്നുണ്ട്. എന്നിട്ട് ഭർത്താവ് അറിയാതെ പാർവതി ദേവി ശ്രീരാമചന്ദ്രൻ വരുന്ന പാതയ്ക്കരികിലെത്തി. എങ്ങനെ എത്തി? സീതാദേവിയുടെ വേഷത്തിലെത്തി. സീതാദേവിയുടെ വേഷത്തിലെത്തി അവിടെ നിൽക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ കണ്ടിട്ട് ഈ വേഷം മാറിയ പാർവതി ദേവിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ കൊടുങ്കാട്ടിൽ മഹാദേവ ഇല്ലാതെ ഒറ്റയ്ക്ക് വന്ന എന്തിനാണെന്ന് ചോദിച്ചു. അവിടെയാണ് പാർവതി ദേവി മനസ്സിലാക്കിയത്
ശ്രീരാമചന്ദ്രൻ ആരാണെന്നുള്ളത്. ഒന്നും മിണ്ടാതെ തലകുനിച്ച് തിരിച്ച് മഹാദേവരുടെ അടുത്ത് വന്നപ്പോൾ മഹാദേവര് അതിലും വലിയ അതീന്ദ്രിയ ജ്ഞാനം കാണിച്ചു. പോയ കാര്യം എന്തായി എന്ന് ചോദിച്ചു. ഇവരുടെ രണ്ടുപേരുടെയും അതീന്ദ്രിയത്വം ഏതാണ്ട് മനസ്സിലായല്ലോ. അങ്ങനെ ആ മഹാദേവര് സാക്ഷാൽ ഭഗവാനെ കുറിച്ച് ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം സ്വന്തം ഭക്തനെ സേവിക്കുന്നതിലാണ് ഭഗവാൻ ഏറെ ഇഷ്ടം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെയാണ്, തിരുച്ചിയിലാണോ എവിടെയാണ് ഭഗവാൻ മഹാദേവരെ സേവിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടല്ലോ, ആ ഒരു വിഗ്രഹം തമിഴ്നാട്ടിലാണോന്ന് തോന്നുന്നു. മാതാജി, സ്മിത മാതാജി, മഹാദേവരെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന വിഗ്രഹം ഒരു ക്ഷേത്രമുണ്ടല്ലോ, ഗീതമാതാജിക്ക് അറിയാമോ? ആ പേര് ഞാനങ്ങ് മറന്നുപോയി. ഇല്ല പ്രഭു, എനിക്കറിയില്ല. ആ പേര് ഞാൻ മറന്നുപോയി. എപ്പോഴും ഓർമ്മിക്കുന്ന പേരായിരുന്നു. ആന്ധ്രയിലാണോ തമിഴ്നാട്ടിലാണോ? രാമേശ്വരത്താണോ? രാമേശ്വരമാണെന്ന് തോന്നുന്നു. രാമേശ്വരം, അതെ. രാമേശ്വരത്ത് മഹാദേവരെ സേവിച്ചു നിൽക്കുന്ന ഭഗവാനെ കാണാം. എനിക്ക് എന്റെ ഭക്തനെ സേവിക്കുന്നതിലാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ നിക്കിപ്പോ മനസ്സിലായി ഇന്നലെ ഏതാണ്ടൊക്കെയാണെന്ന് മനസ്സിലായോ? പിന്നീട് ഏകദേശം മനസ്സിലായി. പിന്നെ ഹനുമാൻ ദേവനെ കുറിച്ച് പറയുന്നു. നോക്കൂ, ഹനുമാൻ ദേവൻ ഏറ്റവും വലിയ ഭക്തനായിരുന്നു. അതുകൊണ്ട് ഹനുമാൻ ദേവൻ സീതാദേവിയെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്നൊരു വരവുണ്ട്. മതോന്മത്തനായിട്ടാണ് വരുന്നത്, വളരെ സന്തോഷത്തോടെയാണ് വരുന്നത്. എന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോ. അപ്പം ഈ കരിമ്പിൻ കാടിൽ കയറിയിട്ട് മൊത്തം നശിപ്പിക്കുമ്പോഴത്തേന് തിന്ന് മതിച്ച് മതയാനയെ പോലെ അപ്പോഴേ മനസ്സിലാക്കും, സുഗ്രീവനാണോ മനസ്സിലാക്കും, വിജയത്തിന്റെ ചിഹ്നവുമായിട്ടാണ് ഹനുമാൻ ദേവൻ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല എന്നുള്ളത്. പിന്നീട് തിരിച്ചു വരുമ്പം ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് ആദ്യം പറയുന്നൊരു വാക്കുണ്ട്, കണ്ടേൻ ഞാൻ സീതയെ. ഏതിനാണോ പ്രാധാന്യം, ഞാൻ പോയി എന്നുള്ളതല്ല, ഞാൻ പോയി കണ്ടു എന്ന് പറയുമ്പം അവിടെ അഹങ്കാരമായിട്ട് മാറി. കാര്യം ഞാൻ എന്ന ഭാവം വന്നു. അതല്ല ഹനുമാൻ ദേവൻ ചെയ്തത്. കണ്ടേൻ ഞാൻ സീതയെ, ഞാൻ കണ്ടു. സീതാദേവിയെ കാണാനാണ് പോയത്, അത് ഞാൻ കണ്ടു എന്നുള്ളത്. ഞാൻ പോയി കണ്ടു എന്ന് പറയുമ്പം അതൊരു അഹങ്കാരത്തിന്റെ വാക്കായിട്ടോ, ഞാൻ എന്നതിനുള്ളതാണ് പ്രാധാന്യം. ഒക്കെ രാമായണത്തിലൂടെ പോകുമ്പോൾ ഓരോ വാക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനെല്ലാം ഓരോ വാക്കിനും മോറൽ സ്റ്റോറിയുണ്ട്. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഗീതമാതാജി, നമ്മൾ 7:30 നിർത്തും. കാര്യം ഒരു അരമണിക്കൂർ ഇന്റർവെല് കൊടുത്തിട്ട് വേണം 8 മണിക്കൂർ കയറാൻ. ഒരു വെള്ളം കുടിച്ചിട്ട്, അല്ലെ പിന്നെ അടുത്ത ആഴ്ച വരത്തില്ല. ഞാൻ രാവിലെ മുതൽ ഇരിക്കുകയാണ്. സിമ്മി, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല പ്രത്യേകിച്ച്. ഒന്നുമില്ല. വിദ്യാജി? ഇല്ല, ഒന്നുമില്ല പറയാൻ. സ്മിതമാതിക്ക് കുറെയൊക്കെ പറയാനുണ്ടാവും. രാമായണം ഒരുപാട് ഞാൻ അരച്ചയിലേക്ക് വായിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയല്ല പ്രഭു, ഞാനൊക്കെ ഇങ്ങനെ മേളിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കും, എന്നിട്ട് കാണിക്കുന്ന മാജിക്കുകൾ മാത്രമാണ് കേട്ടോ. വിചാരിക്കാവേ, ഇതിനപ്പുറത്തോട്ട് എനിക്കൊന്നുമില്ല. ആ ഓവർ ലെയറിൽ മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. ടോപ്പ് ലെയറിൽ ഇങ്ങനെ നിൽക്കും. വലിച്ചു കഴിഞ്ഞാൽ ഞാൻ താഴെ വീഴും. അങ്ങനെയല്ല പ്രഭു, ഞാൻ ലെക്ചർ കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല സ്മിത മാതാജി, ഞാൻ നോക്കിയിട്ട് ഒരു കാര്യം, നമ്മളിപ്പം ഈ ഭഗവാനെ എത്ര പ്രാർത്ഥിച്ചാലും ഭഗവാൻ ഇങ്ങനെ ഒരു കാര്യമുള്ളത് പോലെ ചിലർ പറയാന്ന് വെച്ചാല്, നമുക്ക് ആവശ്യം എന്താണോ അത് ദൈവത്തിനോട് തുറന്ന് പറഞ്ഞ് നമ്മള് ആവശ്യപ്പെടണം, എന്നാലേ ദൈവം നമുക്കത് തരത്തുള്ളൊന്നൊരു ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആവശ്യപ്പെടാതെ നമ്മള് പണ്ട് കുചേലൻ പിന്നെ ശ്രീകൃഷ്ണന്റെ അടുത്ത് പോയപ്പോഴത്തെ ശ്രീകൃഷ്ണന്റെ കുചേലന്റെ എല്ലാം ശ്രീകൃഷ്ണൻ അറിഞ്ഞ് ചെയ്തതുപോലെ ആയിരിക്കത്തില്ല. നമ്മളിപ്പം ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തിൽ പ്രാർത്ഥിക്കും, നമ്മൾ അറിഞ്ഞ് ചോദിക്കുക. അപ്പൊ സ്മിത മാതാജിയെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലും പറയാം. ചോദിക്കണം. ഭഗവാനുമായിട്ട് സൗഹൃദത്തിലാകുമ്പോൾ ആ സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ആദ്യം ചോദിക്കാനല്ല അപ്രോച്ച് ചെയ്യണം, ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കണം. ഭഗവാനുമായിട്ടൊരു സഖ്യം സ്ഥാപിക്കണം. സഖ്യം സ്ഥാപിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാൻ ഒരു അടുപ്പം ഉണ്ടാവും. അടുപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് ചീത്ത വിളിക്കാം,
അതെ. ദേഷ്യപ്പെടാം, പിച്ചാം, നുള്ളാം, ചിരിക്കാം, കരയാം, കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമുക്ക് ചോദിക്കാതെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ആദ്യം നമ്മൾ സഖ്യം സ്ഥാപിക്കണം. സഖ്യം സ്ഥാപിക്കുന്നതിനുള്ളതാണ്. പക്ഷെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ഒരു കൊച്ചുകുട്ടി ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഹരേ ഹരേ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ അത്? പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പം അതായിരിക്കണം നമ്മൾ രമിപ്പിക്കുക, സന്തോഷിക്കുക. ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഭഗവാനുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കും. ആ സൗഹൃദത്തിന്റെ പുറത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കും. ഡിമാൻഡിൽ ചോദിക്കരുത്. പറഞ്ഞോളൂ മാതാജി. എല്ലാരോടും കൂടെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര ശ്ലോകങ്ങളുണ്ട് രാമായണത്തില്? 24,000 ശ്ലോകങ്ങളുണ്ട്. 24,000 ശ്ലോകങ്ങളുണ്ട്. അതെ, 24,000 വേദവ്യാസന്റെ അല്ലേ? അതല്ലേ വേദവ്യാസന്റെ 24,000. ഈ അധ്യാത്മ വാൽമീകിയുടെ രാമായണത്തില് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ളത് 24,000 ശ്ലോകങ്ങളാണ്. ശ്രീമദ് ഭാഗവതത്തില് 18,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. ആചാര്യന്മാര് പറയുന്നത് ദ്വാരകയില് ഭഗവാൻ കൃഷ്ണൻ എല്ലാ ദിവസവും രാമായണത്തിലെ കഥകള് കേൾക്കുമായിരുന്നു എന്നാണ്. അപ്പൊ ബ്രഹ്മാവാണ് വാൽമീകിക്ക് ഈ ബ്ലെസ്സിങ് കൊടുത്തത്. അതായത് എന്ത് പറഞ്ഞിട്ട് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ വാൽമീകി എഴുതുന്നോ അത് സത്യമാവും. ആൻഡ് രാമായണം ഈ ലോകമുള്ളിടത്തോളം കാലം ആൾക്കാര് രാമായണം കേൾക്കും. ആൻഡ് ആ സമയം വരെ വാൽമീകി മുനിക്ക് പ്ലാനറ്ററി സിസ്റ്റത്തില് ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ബ്ലെസ്സിങ് ബ്രഹ്മദേവൻ കൊടുത്തു എന്ന് ഞാൻ വായിച്ചു. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ഈ 18,000 എന്ന് പറഞ്ഞത് അത് ചിലര് അല്ല 24 പറഞ്ഞത് വേറെ. പിന്നെ അധ്യാത്മപരമായിട്ട് ഈ 18,000 എന്ന് പറഞ്ഞത് ചിലര് 15,672 അങ്ങനെ കണ്ടൊരു കണക്ക്. ഞാൻ പറഞ്ഞത് ശ്രീമദ് ഭാഗവതത്തിലാണ് പ്രഭു. 18,000 ശ്ലോകങ്ങളാണുള്ളത്. ശ്രീമദ് ഭാഗവതം പറഞ്ഞത് വ്യാസദേവൻ, എഴുതിയത് ഗണേശ ഭഗവാൻ, ഗണപതി. രാമായണം എഴുതിയത് വാൽമീകി. അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ നോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വരും ആഴ്ചകളിൽ കൂടുതൽ പറയുന്നതായിരിക്കും. ഗീത മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? ഇല്ല പ്രഭു, ഞാന് രാമായണം ആദ്യമായിട്ടാ കേൾക്കണം. ഹരേ കൃഷ്ണ. രാമായണം ആദ്യമായിട്ടാ വായിച്ചിരിക്കുമല്ലോ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മള് രാമായണത്തിന്റെ ഇന്ന് വായിച്ചപ്പോൾ വായിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. ഹരേ കൃഷ്ണ.